ഹലോ ഗായ്സ്, ഫുൾ ബോഡി വൈറ്റനിങ്ങിന് വേണ്ടിയിട്ട് നന്നായിട്ട് സഹായിക്കുന്ന ഒരു അടിപൊളി പാക്കാണ് ഇന്നത്തെ വീഡിയോ. ഞാനിപ്പോൾ വാഷ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ വിസിബിളി നല്ലൊരു ചേഞ്ച് മനസ്സിലാവാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഞാനിത് മുഖത്തും അതുപോലെ കയ്യിലും കാലിലും ഒക്കെ അപ്ലൈ ചെയ്തിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കിത് ഫുൾ ബോഡിയിൽ ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും. പ്രൈവറ്റ് പാർട്ട് ഒഴികെ എവിടെ വേണോ ഇത് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഫസ്റ്റ് വാഷിൽ തന്നെ സ്കിന്ന് നന്നായിട്ട് ബ്രൈറ്റൻ ആവുന്നത് നിങ്ങൾക്ക് തന്നെ കണ്ടാൽ തന്നെ നല്ല ഫീൽ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്തേക്കുക. വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കണ്ടാൽ മാത്രമേ ഇത് എങ്ങനെ യൂസ് ചെയ്യണമെന്നും മനസ്സിലാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണാൻ ശ്രമിക്കുക. ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്, വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ വീഡിയോ കണ്ടു നോക്കുക. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ചന്ദ്ര7. ഹലോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഫുൾ ബോഡി വൈറ്റനിങ്ങിന് വേണ്ടി നമ്മളെ സഹായിക്കുന്ന ഒരു അടിപൊളിയായിട്ടുള്ളൊരു ഫേസ് പാക്കാണ് ഇന്നത്തെ വീഡിയോ. ഇതൊരു ഭയങ്കര എന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് നമുക്ക് നല്ല രീതിയിൽ എഫക്റ്റ് കിട്ടുന്ന സാധനമാണ്. ഭയങ്കരമായിട്ട് ഇൻട്രൊഡക്ഷൻ ഒന്നും എനിക്ക് പറയാനില്ല, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അടിപൊളി സാധനമാണ് ഗൈസ്. ഒരൊറ്റ തവണ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളിതിൻ്റെ കട്ട ഫാനായിട്ട് മാറും. പിന്നെ നിങ്ങൾക്ക് ഇത് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല. ആ ഒരു രീതിയിൽ നമുക്കൊരു നമുക്കൊരു തവണ വാഷ് ചെയ്യുമ്പോൾ തന്നെ നല്ല റിസൾട്ട് കിട്ടുമ്പോൾ നമുക്ക് എന്താണ് റിസൾട്ട് കിട്ടും തോറും നമുക്കത് പിന്നെ യൂസ് ചെയ്യാനൊരു ടെൻഡൻസിയാണ് വരുന്നത്. അല്ലാതെ നമുക്ക് സ്റ്റോപ്പ് ചെയ്യണമെന്ന് തോന്നാറില്ല. അങ്ങനെ നമ്മളെ സഹായിക്കുന്നൊരു പാക്കാണ്. എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്തുക. കയ്യിലും കാലിലും മുഖത്തും കഴുത്തിലും ഒക്കെ ഇത് അപ്ലൈ ചെയ്യാൻ തന്നെ ഫുൾ ബോഡി വൈറ്റനിങ് എന്ന് പറയാൻ പറ്റുന്ന ഒരു പാക്കാണ്. അപ്പോൾ എന്തായാലും നമുക്കിനി വീഡിയോയിലോട്ട് പോവാം. അതിന് മുന്നേ എന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ പേര് സാന്ദ്ര, ഞാൻ ഒരു ബ്യൂട്ടി വ്ളോഗറാണ്. അപ്പോൾ നിങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഹലോ ഗായ്സ്, അപ്പോൾ പാക്ക് തയ്യാറാക്കാൻ വേണ്ടി നമ്മളിവിടെ എടുക്കുന്ന മസൂർ ദാലാണ്. ചുവന്ന പരിപ്പെന്ന് പറയും. നോർമലി ഉള്ള പരിപ്പല്ല, ചുവന്ന പരിപ്പെന്നാണ് ഇതിനെ പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു പാക്കറ്റ്, ഈ ഒരു പാക്കറ്റിന് 40 രൂപയുള്ളൂ. ഞാനിപ്പോൾ വാങ്ങിയ കുന്നിൽ ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിയതാണ്. ഹൈപ്പർ മാർക്കറ്റ്, സൂപ്പർ മാർക്കറ്റ് അങ്ങനെയുള്ള കടകളിലൊക്കെ കിട്ടുന്നതാണ്. അപ്പോൾ അത് നമ്മൾ നന്നായിട്ട് പൊടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ നമുക്ക് ഡയറക്റ്റ്ലി ഇങ്ങനെ ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ കുറച്ചെടുത്ത് പൊടിച്ച് വെക്കുക. അങ്ങനെ പൊടിച്ച് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴും നമുക്ക് ഡെയിലി യൂസിന് ഭയങ്കര ഈസി ആയിരിക്കും. അപ്പം നമ്മളത് 2 സ്പൂണാണ് ഇപ്പോൾ ചേർക്കുന്നത്. അപ്പോൾ നമുക്ക് കയ്യിലും കാലിലും മുഖത്തും ഒക്കെ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് 2 സ്പൂൺ എടുത്താൽ മതി. പിന്നെ നമ്മൾ കുറച്ചും കൂടെ സാധനങ്ങൾ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ മസൂർ ദാൽ നമുക്ക് 2 സ്പൂൺ എടുത്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മസൂർ ദാലാണ് ഇത്. നമുക്ക് ചുവന്ന പരിപ്പെന്ന് പറയും, സൂപ്പർ മാർക്കറ്റിലൊക്കെ കിട്ടുന്നതാണ്. ഫസ്റ്റ് നമ്മൾ അരിപ്പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ചേർക്കാൻ പോകുന്നതാണ് ഓട്സാണ് ചേർക്കുന്നത്. എന്നിട്ട് ചൂടാക്കി തണുത്ത പാലാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഞാനിത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ചൂടാക്കി തണുത്ത പാൽ കുറച്ച് വെച്ച് ആഡ് ചെയ്ത് കൊടുക്കുക. ഒറ്റയടിക്ക് നമ്മൾ മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ വെള്ളമായി പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇതൊരിക്കലും വെള്ളം ആവരുത്, എങ്കിലും ഫേസിൽ അപ്ലൈ ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ വെള്ളമാകാതെ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് പാൽ വെച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മുടെ പാക്ക് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ അത് കണ്ടാൽ മനസ്സിലാവും എന്തുമാത്രം സിമ്പിളാണെന്ന്. ഇപ്പം നിങ്ങൾക്ക് മിൽക്ക് ആഡ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ടൊമാറ്റോ ഇല്ല, അത് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് അതിൻ്റെ വെള്ളം ഉപയോഗിക്കാം, അല്ലെങ്കിൽ കുക്കുംബർ ജ്യൂസ് ഉപയോഗിക്കാം. ഇതിൽ രണ്ടിൽ ഏതിൽ വേണോ നിങ്ങൾക്ക് ഉപയോഗിക്കാം. നോർമലി നിങ്ങൾക്ക് വാട്ടർ വേണമെങ്കിൽ ഉപയോഗിക്കാവുന്നതാണ്. പക്ഷേ ഇങ്ങനെ എന്തെങ്കിലും വെള്ളം ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും. നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്തതിന് മുന്നേ ഫേസ് വാഷ് ഇട്ട് ഫേസ് നന്നായിട്ട് കഴുകിയതിന് ശേഷം അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ എഫക്റ്റ് കിട്ടുന്നതായിരിക്കും സ്കിന്നിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ അങ്ങനെ ചെയ്യാൻ നോക്കുക. പിന്നെ കുറച്ച് തിക്കായിട്ട് തന്നെ അപ്ലൈ ചെയ്യാൻ നോക്കുക, അല്ലാതെ കുറച്ച് ലൈറ്റ് ആയിട്ട് അപ്ലൈ ചെയ്യരുത്. കുറച്ച് തിക്കായിട്ട് തന്നെ അപ്ലൈ ചെയ്താൽ മാത്രം നമ്മുടെ സ്കിന്നിലോട്ട് അങ്ങോട്ട് അത് പിടിച്ച് വരത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് തിക്കായിട്ട് അപ്ലൈ ചെയ്യാൻ നോക്കുക. ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നല്ല റിസൾട്ടായിരിക്കും കേട്ടോ. ട്രസ്റ്റ് മീ ഗായ്സ്, അടിപൊളി റിസൾട്ടായിരിക്കും. പിന്നെ ഞാൻ വീഡിയോയുടെ കംപ്ലീറ്റ് നല്ല രീതിയിൽ ലെങ്ത് കുറച്ചിട്ടാണ് ഞാൻ വീഡിയോ എടുത്തിട്ടുള്ളത്. ഇപ്പം നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, ഞാൻ മിക്ക ഇതിൻ്റെ ഇടയിലെല്ലാം കാണിച്ചിട്ടുള്ള എല്ലാം 2x-ലും 3x-ലും ഒക്കെ വീഡിയോ ആണ് ഇട്ടിട്ടുള്ളത്. ഞാൻ മാക്സിമം വീഡിയോയുടെ ലെങ്ത് കുറയ്ക്കാൻ നോക്കിയിട്ടുണ്ട്. എന്നിട്ടും കൂടുതലാണ്. കാരണം ഇതിൽ നമ്മൾ കയ്യിലും കാലിലും മുഖത്തും ഒക്കെ അപ്ലൈ ചെയ്യുന്ന കാണിക്കുന്നുണ്ട്. അതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ ഫേസിൽ ഇത് റിമൂവ് ചെയ്ത് കാണിക്കുന്നുണ്ട്. ഈ ഒറ്റ വാഷിൽ തന്നെ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ വിസിബിളി നല്ല ചേഞ്ച് ഉണ്ടാവും. ഇപ്പം ഞാൻ വാഷ് ചെയ്യുന്ന സമയത്ത് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. കാരണം വീഡിയോ എടുത്തുകൊണ്ടിരുന്ന സമയത്ത് തന്നെ സ്കിന്നിൽ അത് നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. ഇത്രയും ഡ്രൈ ആവണ്ട, ഒരു ഹാഫ് ഡ്രൈ ആകുമ്പോഴാണ് വാഷ് ചെയ്ത് കളയാനുള്ളത്. ഞാനിത് നന്നായിട്ട് അത് ഡ്രൈ ആയി പിടിച്ചതിന് ശേഷമാണ് വാഷ് ചെയ്ത് കളയുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു വാഷ് ചെയ്യാൻ. ഇപ്പം നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും എന്തുമാത്രം വ്യത്യാസമുണ്ട്. പിന്നെ ഞാനിത് ഈ ഫൗണ്ടേഷൻ ഇട്ടിട്ടാണ് വീഡിയോ ചെയ്യുന്നത്. ആരും പറഞ്ഞോട് വരരുത്, എനിക്കറിയില്ല കേട്ടോ. ഇങ്ങനെ ഫൗണ്ടേഷൻ ഇട്ടിട്ട് എങ്ങനെയാണ് ഈ വെള്ളം വെച്ച് മാറ്റി കളയുന്നത്. ഏത് ഫൗണ്ടേഷൻ ആയിരുന്നാലും സ്കിന്നിൽ നിന്ന് പോകണമല്ലോ. ഏത് ഫൗണ്ടേഷൻ ആയിരുന്നാലും നമ്മൾ വാഷ് ചെയ്യുമ്പോൾ പോകാനാണല്ലോ. അപ്പോൾ പിന്നെ എങ്ങനെയാണ് ഈ ഫൗണ്ടേഷനൊക്കെ ഇട്ടിട്ട് അതിൻ്റെ മുകളിലൂടെ ഇത്രയും ഉണങ്ങി പിടിച്ച ഈ പാക്ക് അപ്ലൈ ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല. ആരെങ്കിലും അറിയാമെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യും, ഞാനതുപോലെ അടുത്തിന് ചെയ്യാൻ നോക്കാം. ഓക്കെ,
അപ്പോൾ നമ്മളിത് വാഷ് ചെയ്ത് കാണിക്കുന്നുണ്ട്. ഫസ്റ്റ് വാഷിൽ തന്നെ സ്കിന്ന് നന്നായിട്ട് ബ്രൈറ്റ് ആവും. അപ്പോൾ നിങ്ങളത് യൂസ് ചെയ്യുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് ആ ഒരു വിസിബിലി എത്രമാത്രം ചേഞ്ച് ഉണ്ടാവുമെന്ന് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഇത് എത്ര ദിവസം ഉപയോഗിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആഴ്ചയിൽ നമുക്കൊരു 3-4 ദിവസം ഉപയോഗിക്കാവുന്നതാണ്. അതിൽ കൂടുതലൊന്നും ഉപയോഗിക്കാൻ ആവശ്യമില്ല. 3-4 ദിവസം ഉപയോഗിക്കാവുന്നതാണ്. എന്നും വൈകിട്ട് സമയത്തിൽ ഉപയോഗിക്കാൻ നോക്കുക. പിന്നെ നിങ്ങളിത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മസ്റ്റായിട്ട് നിങ്ങൾ ചെയ്യാനുള്ള കാര്യമാണ് ഒരു സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുക എന്നുള്ളത്. ഇപ്പം ഞാൻ ഇതിൽ ഈ തട്ടിക്കൂട്ടി വാഷ് ചെയ്യുന്നതാണ് ഇതിൽ കാണിക്കുന്നത്. കാരണം വീഡിയോ എടുക്കുമ്പോൾ കാണിക്കുന്ന മാത്രം നമുക്ക് കാണിക്കാൻ പറ്റില്ല. വീഡിയോ എടുക്കാനാണല്ലോ ഇരിക്കുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത്. ഇത്രയുമല്ല, നിങ്ങൾ നന്നായിട്ട് തന്നെ സ്കിന്നിൽ നന്നായിട്ട് തന്നെ വാഷ് ചെയ്ത് കളഞ്ഞിരിക്കണം. ഇത് നമ്മൾ കയ്യിൽ അപ്ലൈ ചെയ്യുന്നുണ്ട്. പിന്നെ കയ്യിൽ ടാൻ റിമൂവലിന് ഇത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ കയ്യിൽ ടാൻ റിമൂവ് ചെയ്യാൻ ഒരുപാട് അധികം ഹെൽപ്പ് ചെയ്തിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് കയ്യിലും കാലിലൊക്കെ ടാൻ ഒരുപാട്, നമുക്ക് ഫേസിനെക്കാളും ഏറ്റവും കൂടുതൽ ടാൻ വരുന്ന കയ്യിലും കാലിലും ആയിരിക്കും. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ കയ്യിലും കാലിലൊക്കെ ടാൻ ഉള്ളവരാണെങ്കിൽ ഇത് അപ്ലൈ ചെയ്തതിന് ശേഷം വാഷ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല റിസൾട്ട് കിട്ടുന്നതായിരിക്കും. ഇത് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുമെന്ന് വെച്ചാൽ ഇങ്ങനെ പൊടിയായിട്ട് വേണമെങ്കിൽ സ്റ്റോർ ചെയ്ത് വെക്കാം. അല്ലെങ്കിൽ ഉണ്ടാക്കിയതിന് ശേഷം സ്റ്റോർ ചെയ്ത് വെക്കാനൊന്നും പറ്റില്ല. വേണമെങ്കിൽ 2-3 ദിവസം സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. കാരണം പാൽ ആഡ് ചെയ്ത് കൊടുക്കുന്നത് കൊണ്ട് തന്നെ ഒരുപാട് ദിവസം അങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കാതിരിക്കുന്നത് നല്ലത്. 2-3 ദിവസം പാക്ക് നമുക്കിങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുള്ളൂ. നമുക്ക് എപ്പോഴാണോ അപ്ലൈ ചെയ്യേണ്ടത് അപ്പോൾ ഉണ്ടാക്കുന്നതാണ് ഏറ്റവും കൂടുതൽ ബെറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ വൈകിട്ട് സമയത്ത് വേണം നിങ്ങളത് അപ്ലൈ ചെയ്യാനായിട്ട്. വാഷ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ തണുത്ത വെള്ളം ഉപയോഗിക്കാം. അത് കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും കേട്ടോ. കുറച്ച് തണുത്ത വെള്ളം ഉപയോഗിച്ച് കഴിഞ്ഞാൽ സ്കിന്ന് കുറച്ചും കൂടെ സ്മൂത്ത് ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ ഇത് പിമ്പിൾസിൻ്റെ മാർക്ക് റെഡ്യൂസ് ചെയ്യുന്നതിന് നന്നായിട്ട് സഹായിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് അത് ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിന്നുള്ളവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് പാസ്ചറൈസ് ചെയ്തതിന് ശേഷം മാത്രം ഫേസിലേക്ക് അപ്ലൈ ചെയ്യുക. അത് കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും അങ്ങനെയുള്ളവർക്ക്. പിന്നെ ഓയിൽ സ്കിന്നുള്ളവർക്കാണെങ്കിൽ പാൽ യൂസ് ചെയ്യുന്നതിന് പ്രശ്നമൊന്നുമില്ല. കാരണം മിക്സ് ചെയ്തിട്ട് ഉപയോഗിക്കുന്നതുകൊണ്ട് പ്രശ്നമില്ല. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ടൊമാറ്റോയുടെ ജ്യൂസോ അല്ലെങ്കിൽ കുക്കുംബർ ജ്യൂസോ ഒക്കെ ആഡ് ചെയ്യാവുന്നതാണ്. ഡ്രൈ സ്കിന്നുള്ളവർക്ക് ഇതിൻ്റെ യാതൊരു പ്രശ്നമില്ല. ഇത് തന്നെ ഡയറക്റ്റായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഒരു പ്രശ്നമില്ല. ഇതിപ്പോൾ ഞാൻ കാലിൽ അപ്ലൈ ചെയ്യുന്നതാണ്. എൻ്റെ കാലിന് 1 കിലോമീറ്റർ നീളമുണ്ട്. കണ്ടാൽ മനസ്സിലാവും. ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട് കാലിന് നീട്ടം കൂടുതലാണ്. അപ്പോൾ അതിന് ട്രോളിങ് വരരുത്. എൻ്റെ കാലിൽ ഇത് അപ്ലൈ ചെയ്തിപ്പോൾ കാണിക്കുന്നുണ്ട്. എൻ്റെ കാലിൽ ഓൾറെഡി ടാൻ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കാലിൽ അത്ര വിസിബിലി നിങ്ങൾക്ക് ഭയങ്കര ചേഞ്ച് തോന്നില്ല. കാരണം എനിക്ക് നല്ല ടാൻ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ടാനിൻ്റെ മണ്ടേ കൂടെ ഇടുന്ന സമയത്ത് ഫസ്റ്റ് വാഷിൽ തന്നെ ഭയങ്കര ബ്രൈറ്റ്നസ് കിട്ടുമെന്ന് വിചാരിക്കേണ്ട. നല്ല രീതിയിൽ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല റിസൾട്ട് കിട്ടും. നിങ്ങൾ യൂസ് ചെയ്യുന്ന രീതി അനുസരിച്ചിരിക്കും. ഏതൊരു പാക്കായിരുന്നാലും എന്ത് തന്നെ ആയിരുന്നാലും നിങ്ങൾ ഉപയോഗിക്കുന്ന രീതി അനുസരിച്ചിരിക്കും. ആഴ്ചയിൽ 3-4 ദിവസം കൃത്യമായിട്ടുള്ള രീതിയിൽ അപ്ലൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു തരത്തിലുള്ള റിസൾട്ട് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നില്ല. ഇപ്പം ഞാൻ ഭയങ്കര മടിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് എൻ്റെ കാലിൽ ഇത്ര ടാൻ പോകാത്തത്. മുഖത്തും കയ്യിലും ഒക്കെ ആണെങ്കിൽ കൃത്യമായിട്ട് നമ്മൾ പാക്കൊക്കെ അപ്ലൈ ചെയ്തിട്ട് വാഷ് ചെയ്ത് കളയും. പക്ഷേ അല്ലാതെ ആണെങ്കിൽ ഈ കാലിലൊക്കെ ആണെങ്കിൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് പാക്കൊക്കെ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അതാണ് വലിയ ചേഞ്ച് തോന്നാത്തത്. ഇപ്പം തന്നെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. പക്ഷേ ഇതിനേക്കാളും നല്ല ചേഞ്ച് ഉണ്ടാവും. പതിയെ നല്ല ചേഞ്ച് ഉണ്ടാവും. ടാൻ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ സ്കിന്ന് നന്നായിട്ട് ബ്രൈറ്റ് ചെയ്യാൻ സഹായിക്കുന്നതാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഒരു കമൻറ്റ് കണ്ടതാണ്, കയ്യിലും കാലിലും മുഖത്തൊക്കെ അപ്ലൈ ചെയ്ത് കാണിക്കുന്നത് എന്തിനാണ്? എൻ്റെ പൊന്നെ, എനിക്കൊന്നും പറയാനില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ എൻ്റെ വീഡിയോ പാക്ക് മാത്രം കാണിച്ചതിൻ്റെ വല്ല കാര്യമുണ്ട്. അപ്പോൾ എനിക്ക് റിസൾട്ട് കിട്ടിയതും കൂടെ നിങ്ങൾ കാണിക്കണ്ടേ. ഇപ്പോൾ എന്തുമാത്രം റിസൾട്ട് ഉണ്ടാവുമെന്ന് കാണിച്ചാൽ മാത്രമല്ല നിങ്ങൾക്കത് യൂസ് ചെയ്യുമ്പം ആ ഒരു ഇത് കിട്ടുള്ളൂ. യൂസ് ചെയ്യണമെന്ന് തോന്നുമെങ്കിലും ഉള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ പാക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇതിലുപരി എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. വളരെ സിമ്പിളായിട്ടുള്ള പാക്കാണ്. പക്ഷേ നമുക്ക് ഭയങ്കര എഫക്റ്റ് തരുന്നൊരു സാധനമായിരിക്കും. എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ റിസൾട്ട് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ.